നമസ്കാരം. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഉടമ CJ റോയ് മരണപ്പെട്ടിട്ട് ഏതാണ്ട് 10 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. മരണവുമായി ബന്ധപ്പെട്ട് പത്രമാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയകളിലൊക്കെ ഊഹാപോഹങ്ങൾ അടങ്ങിയ വാർത്തകൾക്ക് തിരശ്ശീല വീണു എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. എന്നാൽ മരണത്തിനോട് ചേർന്ന് തന്നെ കുടുംബാംഗങ്ങൾ തൊട്ടടുത്ത ദിവസം തന്നെ പത്രസമ്മേളനം കൊച്ചിയിൽ നടത്തുമെന്നും പറയുകയും ശേഷം സോഷ്യൽ മീഡിയ ഉൾപ്പെടെ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്ന കണ്ട് അവർ ആ പത്രസമ്മേളനം ഒഴിവാക്കുകയും കാര്യങ്ങൾ വിലയിരുത്തി ഈ അടുത്ത ദിവസം തന്നെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ എം ഡിയെ കൊണ്ട് മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തുടർന്ന് ഈ പ്രസ്ഥാനം എങ്ങനെ മുമ്പോട്ട് പോകും, ഈ പ്രസ്ഥാനത്തിൻ്റെ 20-ാം വർഷം പൂർത്തിയാകുന്ന വേളയിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ അടുത്ത ഘട്ട പരിപാടികൾ എന്നൊക്കെ വ്യക്തമായി ഈ ലോകത്തെ അവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ബിസിനസ്സിൽ തന്നെ 3-4 ശൈലികളുണ്ട്. ഒന്ന്, വളരെ ചെറിയ ലാഭം പറ്റി കൂടുതൽ കച്ചവടം നടത്തി പ്രബുദ്ധരാകുക. മറ്റൊന്ന്, ഭീമമായ ലാഭം പറ്റി നല്ല മൂല്യമുള്ള സാധനങ്ങൾ കൊടുത്ത് പ്രബുദ്ധരാകുക. എന്നാൽ വേറൊരു ഐറ്റം കൂടിയുണ്ട്. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊന്നുമില്ലാതെ പ്രത്യേകിച്ച് ബാങ്കുകളിൽ നിന്നും ലോണും കാര്യങ്ങളൊന്നും എടുക്കാതെ തന്നെ താനൊരു വലിയൊരു സമ്പന്നനാണെന്നും തൻ്റെ പക്കൽ കോടികളുടെ ആസ്തിയുണ്ടെന്നും താനൊരു ഇവിടുത്തെ ലോകം അറിയപ്പെടുന്ന ഒരു വ്യാപാര പ്രമുഖൻ എന്ന് സ്വയം വരുത്തി തീർക്കുക. അതിന് അത്തരം ജീവിതശൈലി ഫോളോ ചെയ്യുക. വിലപിടിപ്പുള്ള വാഹനങ്ങളിൽ സഞ്ചരിക്കുക, ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുക, രാവിലത്തെ പ്രഭാത ഭക്ഷണമാകത്തെ ഇന്ത്യയിലും ഉച്ചക്കത്തെ ഊണ് USA-യിലും, എന്നാൽ വൈകിട്ടത്തെ അത്താഴം എവിടെയാണെന്ന് അവർക്ക് തന്നെ നിശ്ചയമില്ലാത്ത രീതിയിലൊക്കെ ജീവിക്കുക. ഇത്തരം ജീവിതശൈലി കാണുമ്പോഴത്തേക്ക് സമൂഹത്തിൽ സമ്പന്നരായിട്ടുള്ള മനുഷ്യർ അതിനെ സൂക്ഷ്മം നിരീക്ഷിക്കുകയും ആരാണ് ഈ ബിസിനസ് മുതലാളി, ആരാണ് ഈ കോടീശ്വരൻ, ഇദ്ദേഹത്തിന് എന്താണ് പരിപാടി എന്ന് സൂക്ഷ്മം നിരീക്ഷിക്കുകയും ആ നിരീക്ഷണത്തിൻ്റെ ഭാഗമായി തൻ്റെ പക്കലുള്ള സമ്പത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത പ്രോജക്റ്റിൽ നൽകി അദ്ദേഹത്തിൻ്റെ സംരംഭത്തിൽ, അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റിൽ പങ്കാളിയാകുക, അതിലൂടെ ഭീമമായ തുക നേടുക എന്നുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്ന ധാരാളം പ്രബുദ്ധരായ സമ്പന്നർ നമ്മുടെ സമൂഹത്തിനിടയിലുണ്ട്. അവരെയാണ് ഇദ്ദേഹം ഫോക്കസ് ചെയ്ത് അവരിലൂടെ ഇദ്ദേഹത്തിൻ്റെ ജീവിത വിജയം, ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് വിജയത്തിലേക്ക് ഇദ്ദേഹം എത്തിപ്പെട്ടു എന്ന് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ചരിത്ര അധ്യായങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമ്മുടെ സമൂഹത്ത് ധാരാളം സമ്പന്നരുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരു ഗവൺമെൻറ് എംപ്ലോയി പെൻഷൻ പറ്റി അദ്ദേഹത്തിൻ്റെ സകല ബാധ്യതകളും കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പക്കൽ ഒരു 25 lakhs ഉണ്ട്. ഇത് എവിടെ കൊണ്ടിടുന്നു? ബാങ്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ബാങ്കിൽ സുരക്ഷിതമാണ്. പക്ഷേ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന തന്നെ മാസം കിട്ടുന്ന ഒരു നക്കാപ്പിച്ച ഇൻട്രസ്റ്റ്. അതിലും ഭേദം ഇത്തരം കോടീശ്വരന്മാരുടെ പ്രോജക്റ്റിൽ നമ്മൾ അംഗമാകുകയും അതിലൂടെ നമുക്കൊരു ഭീമമായ തുക മാസം കിട്ടുകയും നമ്മുടെ പണം 100% സുരക്ഷിതമായിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു ഭയങ്കര ഒരു കോടീശ്വരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വീട്ടിൽ നിത്യേന ഒരു ദിവസത്തെ ചിലവ് തന്നെ ഏതാണ്ട് ലക്ഷങ്ങളോളം വരും. അങ്ങനെയുള്ള അടുത്ത് എൻ്റെ 25 ലക്ഷം കൊണ്ട് ഇയാൾ പോവുകയില്ല എന്ന ഒരു സ്വയം ഉറച്ചൊരു വിശ്വാസം. ഈ വിശ്വാസം എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബിസിനസ്സുകാരൻ കാണിച്ചു കൊടുത്ത ഒരു ശൈലി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയിലൂടെ അദ്ദേഹം പത്രമാധ്യമങ്ങളിൽ നിരന്തരം പരസ്യം ചെയ്യുക, പോരാത്തതിന് TV മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുക, ഒരുപാട് കാര്യങ്ങൾ സ്പോൺസർ ചെയ്യുക, ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുക തുടങ്ങിയ ഇത്തരം പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കൈവശമുള്ള പണം ഇവിടെ കൊണ്ടെത്തിക്കാം എന്ന് സമ്പന്നരായിട്ടുള്ള ബുദ്ധിജീവികൾ ചിന്തിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തിപ്പെടുകയും, ഇത് തന്നെയാണ് ആ ബിസിനസ്സുകാരൻ്റെ ലക്ഷ്യം. ഇത് എങ്ങനെയെങ്കിലും സംഭവം നമ്മുടെ കയ്യിൽ എത്തിക്കുക, അവരുടെ പക്കലിരിക്കുന്ന പണം നമ്മുടെ കയ്യിൽ എത്തിക്കുക എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അദ്ദേഹം നോക്കിയപ്പോഴത്തേക്ക് ബാങ്കിൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബാങ്കുമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സൊക്കെ കൃത്യമായിട്ട് നമ്മൾ അടയ്ക്കുകയും വേണം. ഒരുപക്ഷെ അത് ചിലതിലൊക്കെ മുടങ്ങിപ്പോയെന്നൊക്കെ ഇരിക്കും. കൃത്യമായി ഇപ്പം നമ്മളൊരു ഫ്ലാറ്റ് പണിയുന്നു, 40 വീടുകളുള്ള താമസിപ്പിക്കാവുന്ന ഒരു ഫ്ലാറ്റ് പണിയുന്നു. അത് കൃത്യസമയത്ത് തന്നെ, ഉദ്ദേശിച്ച സമയത്ത് തന്നെ അത് നമ്മുടെ കയ്യിൽ നിന്ന് വിറ്റ് പോകണമെന്നില്ല. ചിലപ്പം 6 മാസം കൊണ്ടോ അല്ലെങ്കിൽ 6 വർഷം കൊണ്ടെന്നൊക്കെ ആയിരിക്കും ചിലപ്പം വിറ്റ് പോകുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഫൈനാൻഷ്യലി തടസ്സങ്ങളുണ്ടാവും. അത്തരം പ്രോസസ്സുകളൊന്നും ഉണ്ടാവാതിരിക്കാനാണ് അദ്ദേഹം വളരെ വിദഗ്ധമായിട്ട് തന്നെ സമ്പന്നരെ ഫോക്കസ് ചെയ്ത് ആ ശൈലി ഫോളോ ചെയ്ത് സമ്പന്നരെ സ്വമേധെ നമ്മുടെ പക്കൽ എത്തിക്കുന്ന ഒരു ബിസിനസ് ട്രിക്ക് തന്നെയായിരുന്നു അദ്ദേഹം ഇക്കാലം അത്രയും നടത്തിയിരുന്നത്. മാനസിക സമ്മർദ്ദം കൂടിയിട്ട് അദ്ദേഹം ചികിത്സ നേടിയിരുന്നു എന്നൊക്കെയാണ് വാർത്തകൾ പിന്നാമ്പുറത്ത് വരുന്നത്. ഈ ആത്മഹത്യാ ശ്രമം അദ്ദേഹം ഏതാണ്ട് ഒരാഴ്ച മുമ്പേ തന്നെ
പരിശ്രമിച്ചിരുന്നു എന്നൊക്കെ തന്നെയാണ് മനസ്സിലായത്. ഒരുപാട് ഇത്തരം റിസ്ക് എടുത്ത് ബിസിനസ് ചെയ്ത ഒരു വ്യക്തിക്ക് ഒരു സുപ്രഭാതത്തിൽ എല്ലാം കൂടെ നിയമത്തിൻ്റെ മുന്നിൽ എല്ലാം കൂടെ വിട്ടുകൊടുത്ത് ശിക്ഷ അനുഭവിക്കേണ്ടി വരിക, അല്ലെങ്കിൽ അത്തരം കേസുകളുമായിട്ട് മുമ്പോട്ട് പോകേണ്ടി വരിക എന്ന് പറയുന്നത് അവർ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതിലും ഭേദം. പക്ഷേ ഇവിടം കൊണ്ട് തീരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വിലയിരുത്തൽ തീരില്ല എന്ന് തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏവർക്കും അറിയാം ജയലളിതയുടെ കേസിൻ്റെ വിധി വന്നത് എങ്ങനെയാണ്. വിധി വരുന്നത് അവർ മരണപ്പെട്ട ശേഷമാണ്. വിധി വന്നപ്പോഴത്തേക്ക് ആ വിധിച്ച ജഡ്ജി ആവട്ടെ വ്യക്തമായി പറയുന്നുണ്ട് ജയലളിത എന്ന വ്യക്തിയാണ് ഒന്നാം പ്രതിയാണെന്നും ആ ഒന്നാം പ്രതി നിലവിൽ ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് അവരടയ്ക്കേണ്ട 100 കോടി രൂപ പിഴ അടയ്ക്കേണ്ടതില്ല, എന്നാൽ മരണപ്പെട്ട ആളെ നമുക്ക് ശിക്ഷിക്കാനൊക്കത്തില്ല എന്നതിൻ്റെ പേരിൽ അവരെ മാറ്റി നിർത്തുന്നു. എന്നാൽ അതിൻ്റെ തൊട്ടുപുറകെയുള്ള ശശികല ആവട്ടെ, ശശികലയെ കൂടാതെ മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നു, ഇവരെ എല്ലാം ശിക്ഷിക്കുകയും അവരുടെ പിഴ കൊടുക്കുകയും ചെയ്തു. ആ നിലയ്ക്കാണെങ്കിൽ, ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ കേസ് കോംപ്ലിക്കേറ്റഡ് ആയ കേസാണെങ്കിൽ തീർച്ചയായിട്ടും നിയമത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഇതിൻ്റെ ബാക്കി പത്രവും കൂടി അനുഭവിക്കേണ്ടി വരും കുടുംബാംഗങ്ങൾ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പറയാൻ കാര്യം, ഞാനൊരു നിയമത്തെ കബളിപ്പിച്ച് ഞാൻ എന്തെങ്കിലും ഒരു സംരംഭത്തിലൂടെ ഇത്തരത്തിൽ എത്തിപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ സൗഭാഗ്യം അനുഭവിച്ചത് എൻ്റെ ഭാര്യയും കുട്ടികളും അല്ലെങ്കിൽ എൻ്റെ അടുത്ത ബന്ധുമിത്രാദികളല്ലേ, അല്ലെന്ന് ആർക്കും നിഷേധിക്കാൻ ഒക്കുകയല്ലോ. എന്നിലൂടെയാണല്ലോ ഇതെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഉറവിടം ഇന്നതാണ് എന്ന് നിയമാനുസൃതം തെളിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അത് എൻ്റെ കുടുംബാംഗങ്ങൾ, ഞാൻ ഒരുപക്ഷെ ഭൂമിയിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ കുടുംബാംഗങ്ങൾക്ക് അതിൻ്റെ വരാഴിക തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെയാണ് നിയമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ചാനലിലെ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.